മാനേജറൽ എക്കണോമിക്സിലെ 5th ചാപ്റ്ററായ ഇന്ത്യൻ ഫോറിൻ ട്രേഡിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് കേരള എക്കോണമി, അതായത് കേരള സമ്പദ് വ്യവസ്ഥയിലെ പ്രത്യേകതകൾ. ഫസ്റ്റ് വൺ, കേരള എക്കോണമി ഈസ് ദ 11th ലാർജസ്റ്റ് എക്കോണമി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 11ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് കേരള സമ്പദ് വ്യവസ്ഥ. നെക്സ്റ്റ് വൺ, ദ ഗ്രോത്ത് റേറ്റ് ഓഫ് GDP ഈസ് 11.4%, growing in the year 2017 and 18. 2017-18 GDPയുടെ വളർച്ചാ നിരക്ക് 11.4%. അഗ്രികൾച്ചർ കണ്ടിന്യൂസ് ടു ബി ദ ഡോമിനന്റ് സോഴ്സസ് ഓഫ് ലിവ്ലിഹുഡ് ഇൻ ദ സ്റ്റേറ്റ്. കൃഷി സംസ്ഥാനത്തെ ഉപജീവനത്തിന് പ്രധാന ഉറവിടമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ഈസ് ലോ ഇൻ കേരള. കേരളത്തിലെ വ്യാവസായിക വികസനം കുറവാണ്. മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആർ സ്റ്റേബിൾ ഫോർ കേരള. ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾ കേരളത്തിന് അനുയോജ്യമാണ്. കേരള എക്കോണമി ഈസ് ലാർജ്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ ട്രേഡ് ഇൻ സർവീസ് ആൻഡ് ഫോറിൻ റിമൈൻഡൻസ്. അതായത് കേരള സമ്പദ് വ്യവസ്ഥ പ്രധാനമായും സേവനങ്ങളിലെ വ്യാപാരത്തെയും വിദേശ പണമയക്കലിനെയും ആശ്രയിച്ചിരിക്കുന്നു. കേരള ഈസ് 11th ആസ് റിഗാർഡ്സ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ കേരള. ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് കേരളം 11ാം സ്ഥാനത്താണ്. മെയിൻ അഗ്രികൾച്ചർ ക്രോപ്സ് ആർ പെപ്പർ, റബ്ബർ, കോക്കനട്ട്, ടീ, കോഫി, കാഷ്നോ, ട്രോപ്പിക് സ്പൈസ്, റൈസ് എക്സെട്ര. മോസ്റ്റ് ഓഫ് ദ ക്രോപ്സ് ആർ ക്യാഷ് ക്രോപ്സ്. അതായത് പ്രധാനമായ കാർഷിക വിളകളായ കുരുമുളക്, റബ്ബർ, തേങ്ങ, തേയില, കാപ്പി, കശുവണ്ടി, മരച്ചീനി, സുഗന്ധവ്യഞ്ജനങ്ങൾ, അരി എന്നിവയാണ്. ഇവയിൽ ഭൂരിഭാഗവും നാണ്യവിളകളാണ്. കേരള ഈസ് ദ ഓൺലി സ്റ്റേറ്റ് വെർ ഗവൺമെൻറ് സെയിൽസ് ലിക്വർ ടു പീപ്പിൾ. സർക്കാർ ആളുകൾക്ക് മദ്യം വിൽക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. കേരള ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ദ വേൾഡ്. അതായത് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്ന് കേരളമാണ്. ടൂറിസം പ്ലേയിങ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സ്റ്റേറ്റ് എക്കോണമി. സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയിൽ ടൂറിസം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. Tourism contribute nearly 10% of state GDP. Foreign exchange earning from tourism amounted to $145 million in 2002-03, growing at the compounded annual growth rate CAGR of 24%. അതായത് സംസ്ഥാനത്തെ GDPയുടെ 10% ടൂറിസമാണ്. ടൂറിസത്തിൽ നിന്നുള്ള വിദേശ നാണയ വരുമാനം 2002-03 $145 മില്യൺ ആയിരുന്നു. ഇത് 24% കോമ്പൗണ്ട് വാർഷിക വളർച്ചാ നിരക്കിൽ CAGR വളരുന്നു. ദ മെയിൻ സോഴ്സസ് ഓഫ് പവർ ഈസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ. വൈദ്യുതിയുടെ പ്രധാന ഉറവിടം ജലവൈദ്യുതിയാണ്. കേരള ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻക്ലൂഡ് ഹാൻഡ്ലൂം, കാഷ്യൂ, കോയിൽ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്. കൈത്തറി, കശുവണ്ടി, കയർ, കരകൗശല വസ്തുക്കൾ എന്നിവ കേരളത്തിലെ പരമ്പരാഗത വസ്തുക്കളിൽ ഉൾപ്പെടുന്നു. വൺ ഓഫ് ദ മെയിൻ ഐറ്റം ഓഫ് എക്സ്പോർട്ട് ഇൻ സ്പേസ്. കയറ്റുമതിയുടെ ഒരു പ്രധാന ഇനങ്ങളൊന്ന് സുഗന്ധവ്യഞ്ജനങ്ങളാണ്. കേരള ഹാസ് ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് റയർ മിനറൽസ് സച്ച് ആസ് മോണോസൈറ്റ്, എലിമിനേറ്റ്, തോറിയം എക്സെട്ര. അപൂർവ ധാതുക്കളായ മോണോസൈറ്റ്, എലിമിനേറ്റ്, തോറിയം തുടങ്ങിയവയുടെ വലിയ നിക്ഷേപം കേരളത്തിനുണ്ട്. കേരള ഈസ് എ ഡെഫിസിറ്റ് സ്റ്റേറ്റ്. കേരളം ഒരു കമ്മി സംസ്ഥാനമാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഹയർ ദൻ റവന്യൂ. കാരണം അതിൻ്റെ ചെലവ് വരുമാനത്തേക്കാൾ കൂടുതലാണ്. ഇറ്റ് ഈസ് ഇൻ ഡെബിറ്റ് ട്രാപ്പ്. ഇതൊരു കടക്കണിയിലാണ്. ഇറ്റ് ഹാസ് സെക്കൻഡ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണിത്. സെക്കൻഡ് ടോപ്പിക്, ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇൻ കേരള. Second topic, business opportunities. I'll first one, the Kerala advantages: high quality human capital and social development, traditional area of strength, economically successful diaspora, top quality infrastructures, investment climate. The Kerala advantages: it has a strategic location on the transnational trade corridor. ട്രാൻസ്നാഷണൽ ട്രേഡ് ഇടനായി ഇതിന് തന്ത്രപരമായ സ്ഥാനമുണ്ട്. The state have well-connected road and rail network. റോഡ് റെയിൽ ശൃംഖലയുമായി സംസ്ഥാനങ്ങൾക്ക് നല്ല ബന്ധമുണ്ട്. It has a 4 international airport at തിരുവനന്തപുരം, കാലിക്കറ്റ്, കൊച്ചി ആൻഡ് കണ്ണൂർ. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്. It has an excellent communication network. ഇതൊരു മികച്ച ആശയവിനിമയ ശൃംഖലയാണ്. കേരള ഈസ് എ 100% ലിറ്ററേറ്റ് വർക്ക്ഫോഴ്സ്. കേരളത്തിൽ 100% സാക്ഷരതയുള്ള തൊഴിലാളികളുണ്ട്. കേരള ആസ് ഇന്ത്യാസ് മോസ്റ്റ് അഡ്വാൻസ്ഡ് സൊസൈറ്റി.
ഇന്ത്യയുടെ ഏറ്റവും വികസിത സമൂഹമാണ് കേരളത്തിലുള്ളത്. Kerala has a range of industry, specific working and manufacturing environment. വ്യവസായ നിർദ്ദിഷ്ട നടത്തവും നിർമ്മാണ അന്തരീക്ഷവും കേരളത്തിലുണ്ട്. The new industrial policy of the government insisted on quality, power and water supply. സർക്കാരിൻ്റെ പുതിയ വ്യവസായ നയം ഗുണനിലവാരമുള്ള വൈദ്യുതിയും ജലവിതരണവുമാണ്. More ready-made infrastructure facilities are created. കൂടുതൽ തയ്യാറാക്കിയ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നു. High quality human capital and social development. Kerala has enabled human resources. Its literacy level are over 90%. It is significantly above the country average, especially for women. The state shows the highest among all the states on the UNDP Human Development Index. It is female to male ratio in the best in the country and among the best in the world. ഉയർന്ന നിലവാരമുള്ള മാനവ മൂലധനം, സാമൂഹ്യ വികസനം. കേരളത്തിന് അസൂയാവഹമായ മാനവ വിഭവശേഷിയുണ്ട്. ഇതിൻ്റെ സാക്ഷരതാ നിലവാരം 90%-ലധികവുമാണ്. ഇത് രാജ്യത്തിൻ്റെ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് UNDP മാനവ വികസന സൂചികയിൽ എല്ലാ ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നു. സ്ത്രീ പുരുഷ അനുപാതം രാജ്യത്തെ ഏറ്റവും മികച്ചതും കേരളത്തിൽ ഏറ്റവും മികച്ചതുമാണ്. Traditional areas of strength. Kerala's long scenic coastline has provided able opportunities for sectors such as tourism and marine product. എന്നുവെച്ചാൽ വിദേശ സഞ്ചാരം, സമുദ്ര ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകൾക്ക് കേരളത്തിലെ നീണ്ട മനോഹരമായ തീരപ്രദേശങ്ങൾ ധാരാളം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. The state is also the leading producer of natural rubber, coconut, pepper and cardamoms and the second largest producer the tobacco, cashew and coffee. പ്രകൃതിദത്ത റബ്ബർ, തേങ്ങ, കുരുമുളക്, ഏലം തുടങ്ങിയവയുടെ പ്രധാന ഉൽപ്പാദനവും മരച്ചീനി, കശുവണ്ടി, കോഫി എന്നിവയുടെ രണ്ടാമത്തെ വലിയ ഉൽപ്പാദനവും സംസ്ഥാനം തന്നെയാണ്. Economically successful Dextropa. Non-resident Indians from Kerala are economically successful and remit significant amount to their home state. എന്നുവെച്ചാൽ കേരളത്തിൽ നിന്നുള്ള പ്രവാസി ഇന്ത്യക്കാർ സാമ്പത്തികമായി വിജയിച്ചു എന്നർത്ഥം. മാത്രമല്ല അവരുടെ സ്വന്തം സംസ്ഥാനത്തേക്ക് ഗണ്യമായ തുക അയക്കുകയും ചെയ്യുന്നു. Top quality infrastructure. The top quality infrastructure support that Kerala offers to the investor is one of the most important factors contributing to making it is the land of deal business opportunities. മികച്ച അവസരങ്ങളുടെ നാടായി മാറുന്നതിന് സംഭാവന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് നിക്ഷേപകന് കേരളം നൽകുന്ന ഉയർന്ന നിലവാര ഇൻഫ്രാസ്ട്രക്ചർ പിന്തുണ. The government and the private sector are working hand in hand to provide adequate support to entrepreneurs. എന്നുവെച്ചാൽ ഇതിന് മതിയായ പിന്തുണ നൽകാൻ സർക്കാരും സ്വകാര്യ മേഖലകളും കൈകോർത്ത് പ്രവർത്തിക്കുന്നു. അങ്ങനെയൊരു സംരംഭമാണ് ഇത്. Investment climate. A study conducted by the Confederation of India Industry across 80 states in India of the attractiveness of the state in attracting investment rated Kerala as the third best in the country in overall ranking. നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിലെ സംസ്ഥാനങ്ങളുടെ ആകർഷണീയതയെക്കുറിച്ച് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രി നടത്തിയ 18 സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള മൊത്തം പഠനമാണിത്.